പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഒരു കുഞ്ഞൻ രാജ്യത്തെക്കുറിച്ച് എൻ്റെ പ്രിയ അധ്യാപകരിൽ നിന്നും. അന്നതെനിക്കൊരു സമസ്യ പോലെയായിരുന്നു, ഉത്തരം കിട്ടാത്ത ഒരു സമസ്യ. കാരണം അത്രയ്ക്കുണ്ടേ ഞാൻ കേട്ട അറിവുകളെ. അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് പിന്നീട് എൻ്റെ ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായത്. ഇവിടെ വന്നപ്പോഴാണ് ഈ ലോകം ഇത്രയും വൈവിധ്യമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അറബിക്കടലിൻ്റെ സൗന്ദര്യം മാത്രം കണ്ട് ആസ്വദിച്ചിരുന്ന എനിക്ക് ഇന്ത്യൻ ഓഷൻ ഒരു വിസ്മയമായിരുന്നു. എന്നും ഭയത്തോടെ കരയിൽ നിന്ന് മാത്രം കണ്ട് ആസ്വദിച്ച കടൽ, കരയിലൂടെ മാത്രം യാത്ര ചെയ്ത് ശീലിച്ച എനിക്ക് സമുദ്രത്തിൻ്റെ മുകളിലൂടെയുള്ള ഈ ഫെറി യാത്രയും ഇവിടെ കിട്ടുന്ന അനുഭവങ്ങളും അത്ഭുതം തന്നെയാണ്. മാൽദീവ്സ് എന്ന് കേട്ടാൽ നമ്മളുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കുറേ റിസോർട്ടുകളാണ്. അതുമാത്രമല്ല കേട്ടോ, മാൽദീവ്സ് എന്ന് പറയുന്നത് വേറെയും ഒരുപാട് ദ്വീപ സമൂഹങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ദ്വീപുകളിലാണ്. ഇന്ന് ഞാൻ പോകുന്നത് നമ്മൾ വീഡിയോയിലൂടെയൊക്കെ മാത്രം കണ്ട് ശീലിച്ച ആ ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. നാട്ടിലുണ്ടാവുമ്പോൾ ജോലിയുടെ ഭാഗമായി കുട്ടികളുടെ കൂടെ റിസോർട്ട് വിസിറ്റിന് പോയിട്ടുണ്ടെങ്കിലും ഇതെനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ജോഗ്രഫിക്കലിയുള്ള ഈ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ ഏകദേശം റിസോർട്ടിലേക്ക് എത്താനായിട്ടോ. നമ്മൾ ചെല്ലുമ്പോഴത്തേനും അവർ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു വാം വെൽക്കമിങ് ആണ് അവർ നമുക്ക് വേണ്ടി തന്നത്. അങ്ങകലെ വാട്ടർ വില്ലാസ് കാണുന്നുണ്ടോ? എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു വാട്ടർ വില്ലാസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഇവിടെ മാൽദീവ്സിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്? ഈ ഒരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഐലൻഡിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ യാത്രയാണ് ഈ റിസോർട്ടിലേക്കുള്ളത്. കുടിക്കാനായി അവർ നമുക്ക് നല്ലൊരു ജ്യൂസ് തന്നു കേട്ടോ, പിന്നെ കുറച്ച് സ്നാക്സും തന്നു. ഇനി ക്ലാസ് ടൈമാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നമുക്ക് വേണ്ടി നല്ലൊരു ബുഫേ മീൽസും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇതിവിടുത്തെ ബാക്ക് ഓഫീസ് ഏരിയ ആണ്. എത്ര ഭംഗിയായാണ് ഈ ഒരു പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അവർ ഈ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ അവരൊരു മോസ്കും കൂടി ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ റിസോർട്ട് ഏരിയയിലേക്കാണ് പോയത്. നിങ്ങൾക്കറിയാം, മാൽദീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സ്പോർട്സിനാണ് ഫേമസ് ആയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ചെയ്യാനുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വെതർ ആയതുകൊണ്ട് തന്നെ കാഴ്ചകളും അത്രമേൽ മനോഹരമായിരുന്നു. ദൂരെ അങ്ങകലെ ഒരു സീപ്ലെയിൻ പാർക്ക് ചെയ്ത് കണ്ടോ? മിക്ക റിസോർട്ടുകളിലും ഇതുപോലുള്ള സീപ്ലെയിനുകൾ ഉണ്ടാവും കേട്ടോ. മാലിയിൽ നിന്നും ഓരോ റിസോർട്ടുകളിലേക്കും ഗസ്റ്റിനെ കൊണ്ടുവരുന്നത് ഇതുപോലുള്ള സീപ്ലെയിനിലാണ്. ഇതിവിടുത്തെ സുനാമി ഇവാക്വേഷൻ സോണാണ് കേട്ടോ. 2004 സുനാമി വന്നപ്പോൾ എഫക്റ്റ് ചെയ്ത ഒരു രാജ്യങ്ങളിലൊന്ന് മാൽദീവ്സും കൂടിയാണേ. ബഗിയിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ റിസോർട്ടുകളിൽ കൂടുതലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചെറിയ ബഗീസാണ് യൂസ് ചെയ്യുന്നത്. പോകുന്ന വഴിയിലുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു കേട്ടോ. ഒരു ബീച്ച് സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളെത്തി നമ്മുടെ ആ ഒരു വെയിറ്റ് ചെയ്ത മൊമെൻറ്റിലേക്ക്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു വാട്ടർ വില്ലാസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോസിലൂടെ മാത്രമേ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ. ഇതൊരു ഫുൾഫിൽമെൻറ്റ് മൊമെൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഈ ഒരു വാട്ടർ വില്ലാസ് എന്ന് പറയുന്നത്. മാൽദീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നു ഈ വാട്ടർ വില്ലാസ് തന്നെയാണ്. ഇവിടെ ഒരുപാട് വാട്ടർ വില്ലാസ് ഉണ്ട് കേട്ടോ. നല്ലൊരു വെതറായതുകൊണ്ട് തന്നെ കാഴ്ചകളും അതിമനോഹരമായിരുന്നു. പക്ഷെ എത്രത്തോളം ഈ ക്യാമറയിലൂടെ ഇത് പകർത്താൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനേക്കാളും മനോഹരമാണ് കേട്ടോ ഈ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒന്ന് ഈ ഒരു ഓഷ്യൻ്റെ കളർ തന്നെയാണ്. ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത്. അങ്ങനെ വലിയ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നേരെ തിരിച്ച് ഹാർബറിലോട്ട് എത്തുന്ന സമയത്ത് പ്രതീക്ഷിക്കാതൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഞങ്ങളോടുള്ള യാത്ര പറയുന്ന പോലെ. ഈ ഒരു മഴയ്ക്കും ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ തോന്നി. ദൂരെ അങ്ങകലെ സീപ്ലെയിനൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ? നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് മഴയൊക്കെ ആസ്വദിച്ചു. ഞങ്ങൾക്ക് പോകാനുള്ള ലോഞ്ച് ഇവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം നല്ലൊരു നിമിഷങ്ങളും നല്ല ഓർമ്മകളുമായി സിറുഫൻ ഫുഷിയോട് യാത്ര പറഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ ഐലൻഡിലോട്ട്. Until the next video, it's me Vidya signing off.